ഇടുക്കി കട്ടപ്പന നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. സ്കൂൾ പരിസരമടക്കം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. മുൻപ് തെരുവുനായ ശല്യം പരിഹരിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഫലം കാണുന്നില്ലെന്ന് നാട്ടുകാരും പറയുന്നു. കട്ടപ്പന നഗരത്തിന്റെ മുക്കും മൂലയും തെരുവുനായ്ക്കൾക്ക് താവളമാവുകയാണ്. സ്കൂൾ പരിസരങ്ങളിലടക്കം ഭീതി പരത്തുകയാണ് നായ്ക്കൾ. കട്ടപ്പനയിലെ പ്രധാന റോഡുകളിലെല്ലാം കൂട്ടമായുള്ള തെരുവുനായ്ക്കൾ ഇരുചക്ര വാഹനക്കാർക്കടക്കം അപകടമുണ്ടാക്കുന്നതും പതിവാണ്. വൈകിട്ട് വണ്ടിയുടെ മുമ്പിലൊക്കെ ചാടുവാണ്. ഭയങ്കര ശല്യമാണ്. ഇന്നലെ തന്നെ ഒരു 6-7 പട്ടികളുണ്ട്. വൈകിട്ട് തന്നെ യാത്രക്കാർ നടന്നു പോകുമ്പോൾ നായ്ക്കൾ ആക്രമണകാരികളാകുന്നതും പതിവ് കാഴ്ചയാണ്. റോഡിന് നടുവിൽ നായ്ക്കൾ തമ്മിലുള്ള കടിപിടികൾ പലപ്പോഴും വാഹന അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കട്ടപ്പനയിലെ പ്രധാന ടൗണിടങ്ങളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ഇടുക്കി കവല, വെള്ളയാംകുടി, പള്ളിക്കവല, ITI ജംഗ്ഷൻ, സ്കൂൾ കവല എന്നിവിടങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. യാത്രക്കാർക്ക് പുറമെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർക്കും തെരുവുനായ്ക്കൾ ശല്യമാകുന്നതായി പരാതിപ്പെടുന്നു. ഇന്ന് തന്നെ രാവിലെ തന്നെയാണെങ്കിൽ കട്ടപ്പന ഇടുക്കിക്കവല ഭാഗത്ത് ഒരു തെരുവുനായ പുറകെ ചാടി വണ്ടി ഇടിച്ച് അവിടെ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളും നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന വഴിയാണിത്. അപ്പം അധികൃതർ ശ്രദ്ധ ചെലുത്തി ഈ തെരുവുനായ ശല്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേരോടെന്ന് പറഞ്ഞു. എൻ്റെ പേര് അനിൽകുമാർ. വൈകുന്നേരമാകുന്നതോടെ ടൗൺ നിരത്തുകളിൽ നിന്നും ഉൾപ്രദേശങ്ങളിലേക്കാണ് തെരുവുനായ്ക്കൾ തമ്പടിക്കുന്നത്. കുട്ടികൾക്കും പ്രായമായവർക്കും ഇത് വളരെ ഭീഷണിയാണ്. വഴികളിൽ തെരുവുനായ്ക്കൾ തമ്പടിക്കുന്നതോടെ കാൽനട യാത്രക്കാർക്കും ഇതുവഴി കടന്നുപോകാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ വർഷം തെരുവുനായ ശല്യം രൂക്ഷമായപ്പോൾ സർക്കാർ ഇതിനെതിരെ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ABC സെന്ററിൻ്റെ അടക്കം പ്രവർത്തനങ്ങൾ ഇപ്പോഴും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയാണ്. രൂക്ഷമായ തെരുവുനായ ശല്യത്തിനെതിരെ നഗരസഭ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.